ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് എൻ്റെ കൂടെ പഞ്ചാബിൽ വർക്ക് ചെയ്യുന്ന ഫാറൂഖ് റബ്ബാനി എന്ന് പറയുന്ന പഞ്ചാബിലെ മഹിൽപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ നേരത്തെ അവിടെ ചെന്ന സന്ദർഭത്തിൽ ആ ഗ്രാമത്തിൽ ഒരു കക്കൂസ് പോലും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ കക്കൂസ് പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിലേക്കാണ് ഫാറൂഖ് റബ്ബാനിയെ അന്ന് നമ്മൾ പറഞ്ഞയക്കുന്നത്. ആദ്യം അവിടെ പോയി അദ്ദേഹം ആദ്യമൊന്നും ഇവിടെ ഉണ്ട് ആളുകളെ സമീപിക്കും. ആദ്യം അവിടെ പോയ സന്ദർഭത്തിൽ ആളുകളൊന്നും എന്ത് ചെയ്യില്ല, മൂപ്പരവിടുന്ന് ഭക്ഷണം കഴിക്കൂല പകല്. കാരണം കക്കൂസ് പോകേണ്ടി വന്നാൽ പോകാനുള്ള സ്ഥലമില്ലല്ലോ, നാട്ടുകാർ പോകുന്ന മാതിരി നമുക്ക് നിർവഹിക്കാൻ പറ്റില്ല. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടൊരു സ്ഥലത്ത് പിന്നീട് അൽഹംദുലില്ലാ കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയി ഒരു പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയൊരു പള്ളി, അഥവാ നമ്മളെ പള്ളിൻ്റെ അകത്തെ പള്ളിൻ്റെ വലിപ്പമുള്ള ഒരു പള്ളി അവിടെ നിർമ്മിച്ചു. ഇപ്പോൾ ഈ റമദാനിൽ അവിടുന്ന് ഒരു ഹാജിയെ വിളിച്ചിട്ട് പറയാണ് പള്ളി മുഴുവൻ ആളാണ്, പള്ളിയിൽ നിറച്ചു ആളാണ്. നമ്മളവിടെ പോയപ്പം കരുതിയത് 20 വീടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജുമുഅക്കും തറാവീഹ് നിസ്കാരത്തിനൊക്കെ ആളുകൾ വരികയാണ്. അതിനോട് ചേർന്ന് നമ്മളെ മദ്രസൻ്റെ വലിപ്പത്തിലുള്ളൊരു മദ്രസയും നമ്മളവിടെ ഇപ്പോൾ നിർമ്മിച്ചു. അതിൻ്റെ പണി കഴിഞ്ഞു. അതിലേക്ക് അഡ്മിഷൻ എടുത്തു നോക്കുമ്പോൾ 10-40ഓളം കുട്ടികൾ പഠിക്കാൻ വേണ്ടി ആ വില്ലേജിൽ ദീനെന്താണെന്നറിയാത്തൊരു വില്ലേജിൽ ആളുകൾ ഒരുക്കമായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വില്ലേജല്ല, ധാരാളം വില്ലേജുകൾ അൽഹംദുലില്ലാ നമ്മുടെ മർക്കസു സഖാഫത്തി സുന്നിയയുടെ വ്യത്യസ്തമായ NGOകളുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചാബിൻ്റെ അവസ്ഥ പറയുമ്പോൾ വളരെ പരിതാപകരമായിരുന്നു. 2.5% മാത്രം മുസ്ലിങ്ങളുള്ളത്. നേരത്തെ 33% നാടാണ്. വലിയ ദയനീയമായ ഒരു അവസ്ഥാവിശേഷമാണ് അവിടങ്ങളിലെല്ലാം ഉള്ളത്. അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ദാഇകളായ ആളുകൾ, അവർക്ക് അവിടെ നിലനിന്ന് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളെപ്പോലെയുള്ള നാട്ടിലുള്ള ആളുകളുടെ സഹകരണമാണ്. എന്നോട് അദ്ദേഹം വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വഅദ് പറയുന്നിടത്ത് ഞാൻ പറയാം, ആളുകൾ ആരും പ്രയാസപ്പെടാതെ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹം നിങ്ങളെ സമീപിക്കും. നിങ്ങളൊക്കെ കഴിയുന്നത് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഫാറൂഖ് റബ്ബാനി അൽഹംദുലില്ലാ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു ദാഇയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ.